പണം വാരിയെറിഞ്ഞ് വിവാഹങ്ങൾ ആഘോഷമാക്കുമ്പോൾ അവർക്കിടയിൽ വ്യത്യസ്തമായി ഒരു കുടുംബം. മകളുടെ കല്യാണം ലളിതമാക്കി ഒരു നിർധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം വൈപ്പേൽ വീട്ടിൽ അശോകനും ഭാര്യ വിജിയും. ഒരു വിവാഹത്തിന്റെ ആർഭാടം ഒഴിവാക്കിയതിൽ നിന്നും ഉയർന്നു പൊങ്ങിയ സ്വപ്നഭവനം. അശോകനും കുടുംബവും മകൾ അമൃതയുടെ വിവാഹം ലളിതമായി നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. മകളുടെ കല്യാണത്തിനായി സ്വരുക്കൂട്ടിയ പണം വിവാഹ നിശ്ചയ സമയത്ത് തന്നെ നെടുങ്കണ്ടം SNDP ശാഖായോഗത്തിൽ ഏൽപ്പിച്ചു. ശാഖായോഗമാണ് വർഷങ്ങളായി വീടില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന സുമയെ കണ്ടെത്തിയത്. കൈമേയി മറന്ന് എല്ലാവരും കൈകോർത്തതോടെ 61 ദിവസം കൊണ്ട് സ്വപ്നഭവനത്തിന്റെ പണി പൂർത്തിയായി. അമൃതയുടെ കല്യാണം നടക്കുന്ന ദിവസം തന്നെ സുമയുടെ വീടിന്റെ പാലുകാച്ചലും നടന്നു. ഞങ്ങളത് ആർഭാടം കുറയ്ക്കുക, മുഹൂർത്തുകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്ക് ഉപകാരപ്രദമാകുന്നൊരു കാര്യത്തിലോട്ട് പോവുക, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വിവാഹത്തിന് നിശ്ചയിക്കുമ്പോൾ മുതൽ നേരത്തെ മുതൽ ആലോചിച്ച് വെച്ചിരുന്നു. ആ സമയമാകുമ്പോൾ നമ്മൾ ഫണ്ട് കണ്ടെത്തിയിട്ട് പറയാമെന്ന് വെച്ചു. ഞങ്ങളുടെ SNDPയുടെ സംഘടന അവരോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ അവിടെ പോയി പറഞ്ഞിരുന്നു നിങ്ങളൊരാളെ കണ്ടെത്തണമെന്ന്. അവരാണ് കണ്ടെത്തിയത്. അവർ കൂട്ടായി തീരുമാനമെടുത്ത് വളരെ സന്ദർശിച്ചിട്ട് അതിലൊരു അർഹതയുള്ള ഒരാളെ കണ്ടെത്തി. ഉണ്ടായിരുന്ന വീട് തകർന്നതോടെ 4 വർഷമായി ഒരു ഷെഡിലായിരുന്നു സുമയുടെയും 3 പെൺമക്കളുടെയും താമസം. വീടിനായി കയറി ഇറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. ത്രിതല പഞ്ചായത്തുകളും സുമയെ ഉപേക്ഷിച്ചു. അപ്രതീക്ഷിതമായി വീട് ലഭിച്ചതോടെ സുമയും ഹാപ്പിയാണ്. ഇവിടെ പഞ്ചായത്തിലെ ഒത്തിരി അപേക്ഷ വെച്ചതാണ്, അപേക്ഷയൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ സ്റ്റേറ്റിലും ഒക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ശാഖയിൽ ഇത്ര കിട്ടി. ഒത്തിരി പേര് വെച്ചു. ഒറ്റ മുറിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കട്ടിൽ മാത്രം ഇടാനുള്ള ഒരു മുറിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുപ്പില്ല, ഒന്നുമില്ല. ഗ്യാസ് കത്തിച്ച് അതിനകത്ത് കഞ്ഞി വെക്കുന്നു, അതെയുള്ളായിരുന്നു. ഒരു വീട് കൊണ്ട് അവസാനിപ്പിക്കാൻ അശോകനും കുടുംബവും തയ്യാറല്ല. മകന്റെ വിവാഹത്തിന് ഒരു കുടുംബത്തിന് കൂടി വീട് വെച്ച് നൽകുമെന്നാണ് അശോകൻ പറയുന്നത്. അശോകന്റെ മാതൃക പിന്തുടർന്ന് കൂടുതൽ കുടുംബങ്ങൾ സമീപിക്കുന്നുണ്ടെന്നാണ് ശാഖാ നേതൃത്വം പറയുന്നത്. ജനം, ഇടുക്കി.